എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തി കമലയോട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഇപ്പം അലീനയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, ആ ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ശിവേട്ടനെ രാവിലെ തന്നെ വിളിച്ചത്, കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി ഇതിനൊരു പരിഹാരം കാണാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്ന് വൈജയന്തി പറയുമ്പം കമല ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്ത് പരിഹാരമെന്ന്. അന്നേരം പറയും, എന്ത് പരിഹാരമാണെങ്കിലും വേണ്ടില്ല, അവളെ അവിടുന്ന് പറിച്ചെറിയണം, എന്നിട്ട് ഞാൻ ഇനി തിരിച്ചു പോകുള്ളൂ എന്ന് പറയുന്നു. അന്നേരം കമലയ്ക്ക് ആകെ വിഷമാണ്. അപ്പോൾ എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെ ഒരു പറച്ചിലെന്ന് ചോദിക്കും. അന്നേരം കമല പറയുകയാണ്, ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടല്ലേ വരുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയും. ഇന്നലെ അത്രയൊക്കെ പറഞ്ഞിട്ട് നീ ചായ കുടിച്ചില്ലല്ലോ, നിനക്ക് ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ചായ എടുക്കാനും പോകുന്നുണ്ട്. വൈജയന്തിക്ക് ആകെ വിഷമവും സങ്കടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് കമല ശിവേട്ടനെ വിളിക്കുവാണ്. ഗൾഫിലല്ലേ, വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന് കാണുമായിരിക്കും എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അന്നേരം ശിവേട്ടൻ ഫോൺ എടുക്കും. ഫോൺ എടുത്ത് കഴിയുമ്പം വീട്ടിൽ വന്നിട്ടില്ല കേട്ടോ, പുറത്താണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് ഇയാളുടെ വിശേഷം എന്ന് ചോദിക്കുമ്പം, ഇവിടെ എന്ത് വിശേഷം, വിശേഷം മൊത്തം വൈജയിക്കല്ലേ, അവളിത് പെട്ടിയും കിടക്കയായിട്ട് വന്ന് കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, രാവിലെ അവൾ വിളിച്ചായിരുന്നു, ആ വീട് വിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. അവിടെ വന്നായിരുന്നോ എന്നാ അവൾ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം കമല പറയുന്നുണ്ട്, എന്നാ പറയാനാ, അവിടെ ഒരു വേലക്കാരിയുണ്ട്, ഇപ്പം അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന അവളല്ലേ, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, ഞാൻ ബാലേന്ദ്രനെ വിളിച്ച് സംസാരിക്കാം, അയാൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ എന്നോ വിചാരിച്ചാണ് ഞാൻ കടുപ്പിച്ചൊന്നും പറയാത്തത് എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട്, പിന്നെ ഹാർട്ട് പേഷ്യൻ്റ്, ഇതിപ്പോൾ സൂക്കേട് വേറെയാ എന്ന് പറയും. എന്നിട്ട് വൈജയന്തി അടുത്ത് പെണ്ണ് ഞാൻ കൊടുക്കാമെന്ന് പറയും. വൈജയന്തിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തു കഴിയുമ്പോഴേക്കും ശിവൻ ചോദിക്കുന്നുണ്ട്, എന്നാ പറ്റിയിടി, നിൻ്റെ അധികാരവും ആ പവറും ഒക്കെ എന്തി, ഇപ്പം അതൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ പണ്ടായിരുന്നു ശിവേട്ട, ഇപ്പം അങ്ങനെയൊന്നുമില്ല, എനിക്ക് പുല്ല് വിലയാണ് ബാലേന്ദ്രൻ തരുന്നത് എന്ന് പറയും. അന്നേരം ചോദിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം, അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അതിന് തന്നെ ഒരേ ഒരു കാരണമുള്ള അവൾ തന്നെ, അവൾ അവിടെ വന്ന് ബാലേന്ദ്രന് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ബാലേന്ദ്രനെ മയക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇപ്പോൾ ബാലേന്ദ്രന് അവൾ മാത്രം മതി, ഞാനും മക്കളും ഒന്നും വേണ്ട, ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ ശിവൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് സംസാരിക്കാം, പിന്നെ ഗംഗേട്ടനെയും കൂടെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും വൈജയന്തി പറയുവാണ്, എൻ്റെ പൊന്നെ, ഗംഗേട്ടനെ വിളിക്കേണ്ട കാര്യമില്ല, ഗംഗേട്ടൻ വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അന്നേരം ഗംഗേട്ടൻ എൻ്റെ കർണത്തടിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഗംഗേട്ടൻ്റെ കാഴ്ചപ്പാടിൽ അവളും ബാലേന്ദ്രനും ഒക്കെ കറക്റ്റാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്, ആ രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏട്ടൻ പറയുമ്പോൾ, അയാൾ എന്താ പോലും അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടല്ലോ വൈജയ് എന്ന് പറയുമ്പം, ഇനിയിപ്പോൾ ശിവേട്ടനും അങ്ങനെ പറഞ്ഞു, എനിക്ക് ദേഷ്യം വരും കേട്ടോ, ഗംഗേട്ടനോട് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാൻ പോകണ്ട, അങ്ങോട്ട് വിളിക്കുകയോ കഷിയേർക്കോ ഒന്നും വേണ്ട, നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി, ഗംഗേട്ടനെ വിളിക്കണ്ട എന്ന് തന്നെ വൈജയന്തി ഉറപ്പിച്ച് പറയും കേട്ടോ. അന്നേരം ശിവൻ പിന്നെയും ചോദിക്കും, അതിനാടി നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, എന്നോട് ആഗ്രയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് എന്നോട് പറയുക, നമുക്ക് അങ്ങനെയൊക്കെ അബദ്ധം സംഭവിച്ചതായതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ സഹിക്കണം എന്നുള്ള രീതിയിലാണ് ഗംഗേട്ടൻ സംസാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ ഗംഗേട്ടനെ വിളിക്കുന്നില്ല, ഞാൻ രാജീവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന്. അന്നേരം വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതിനൊരു തീരുമാനമാക്കണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല കേട്ടോ എന്നിങ്ങനെ പറയുക. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ, അവൻ സിംഗപ്പൂരിലല്ലേ, ഞാൻ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കാം, അവനോട് കേരളത്തിലോട്ട് വരാൻ പറയാം, അവൻ അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 3 മണിക്കൂർ കൊണ്ട് അങ്ങെത്തും, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല, ഉടനെ ഞാനൊരു പരിഹാരം കണ്ടോളാം, നീ സമാധാനമായിട്ട് ഇരിക്കുക, അതുവരെ നീ എടുത്തിയാടി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ ഫോൺ വയ്ക്കുന്നു. ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം വൈജയന്തിക്ക്, ആങ്ങളമാർ വന്ന് അങ്ങ് ഇടപെടുവാണല്ലോ, അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി സെലീനെ വിളിക്കുവാണ്. എന്നിട്ട് തിരക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി. അന്നേരം ഇല്ല മോളെ, നീ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. അന്നേരം പറയുവാണ്, ഞാൻ ആ ടോണിച്ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ നമ്പറിന് യാതൊരു അനക്കില്ല, അവിടുന്ന് ഒന്നും പറയുന്ന പോലുമില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയാന്നോ അല്ലെങ്കിൽ നമ്പർ തെറ്റിപ്പോയെന്നോ ഒരു കാര്യവും പറയുന്നില്ല, ഒരു അനക്കം പോലും ഇല്ല, മിക്കവാറും ടോണിച്ചേട്ടൻ ആ നമ്പർ മാറ്റി കാണും എന്ന് പറയുമ്പം സെലീൻ പറയുന്നുണ്ട്, അങ്ങനെ നമ്പർ മാറ്റിയെങ്കിൽ കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാ മോളേന്ന്. അന്നേരം ഇനി അഡ്രസ്സ് കിട്ടിയാലും മതിയായിരുന്നു എന്ന് പറയുമ്പം സെലീൻ പറയും, നോക്കട്ടെ, അത് കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ഞാൻ നോക്കാം, ഇവിടെ അവരുടെ വെഡ്ഡിങ്ങിൻ്റെ കാർഡ് വില ഇരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുമല്ലോ, പത്രത്തിൽ അന്ന് പരസ്യം കൊടുത്തായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞാൻ തപ്പിയെടുത്തിട്ട് വിളിക്കാൻ കേട്ടോ എന്ന് പറയും. അങ്ങനെ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു കഴിയുമ്പം സെലിൻ ചോദിക്കുന്നുണ്ട്, എടി മോളെ, നിൻ്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ, പിന്നെ
എങ്ങനെ അവരുമായിട്ട് നിനക്ക് ബന്ധം വന്നതെന്ന് ചോദിക്കും. അന്നേരം അതൊക്കെ വലിയൊരു കഥയാണ് ചേച്ചി, ഞാനൊരു ഓർഫനാണ്, എന്നെ ഇവിടെ വീട്ടു ജോലിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നതാണ് അവർ രണ്ടുപേരും. പക്ഷേ ഇപ്പം സ്വന്തം മോളെ പോലെയാണ് എന്നെ നോക്കുന്നത്. ചില സമയത്ത് എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നാറുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും ഉള്ള മക്കൾ പോലും ഇത്രയും നന്നായിട്ട് ഇത്രയും സന്തോഷത്തോടെ അവരുടെ കൂടെ ജീവിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ എനിക്കും ചെറിയ അഹങ്കാരമൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ ഒന്ന് ഉപദേശിക്കും. നീ അങ്ങ് തറയിൽ കിടന്ന് കരഞ്ഞു വളർന്നവളാണ്, അതുകൊണ്ട് അഹങ്കരിക്കാതെ തറയിൽ നിൽക്കുക, മര്യാദയ്ക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് ഉപദേശിക്കും. അല്ലെങ്കിൽ എനിക്ക് അഹങ്കാരമായി പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, എന്താണെന്ന് പറഞ്ഞാലും എന്നെ ഒരുപാട് ഇഷ്ടമാട്ടോ അവർക്ക് എന്ന് പറയുമ്പം സെലിൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ സംസാരമൊക്കെ കേട്ട് ആരാ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? എനിക്ക് നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഓരോ വിവരങ്ങളിങ്ങനെ ശേഖരിച്ച് തരുന്നത്, അതെനിക്ക് അന്നേ മനസ്സിലായതാണ് എന്ന് പറയും. അന്നേരം സെലിൻ പറയുന്നുണ്ട്, ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യവും കൂടെ നിന്നോട് പറയാം. അന്ന് ഷെറിൻ വന്നപ്പം കൂടെ കുട്ടിയില്ലായിരുന്നു എന്നല്ലേ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, കൂടെ കുട്ടി ഉണ്ടായിരുന്നു, ഷെറിൻ്റെ കൂടെ അല്ല എന്നേ ഉള്ളൂ. ആ കുട്ടി അവർ വേറെ എങ്ങോട്ടേക്കോ മാറ്റി എന്ന് പറയും. അന്തേക്കും രവിക്കുട്ടി, അയ്യോ എങ്ങോട്ടാണെന്ന് അറിയാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, അതറിയത്തില്ല, ഒരു 3 മാസം കൂടുമ്പം ഷെറിനെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാറുണ്ടായിരുന്നു. വിവാഹശേഷം അതെല്ലാം മുടങ്ങിപ്പോയി, അതല്ലേ അവൾക്ക് തലയ്ക്ക് സുഖമില്ലാതായത്, അതായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നിങ്ങനെ പറയും. അന്നേരം ഇനി അത് കണ്ടുപിടിക്കാൻ എന്നാ ചേച്ചി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് നോക്കാമെന്നേ, എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ പറയും. അന്തേക്കും സെലിന് വേറൊരു കോള് വരും. ഇനി ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, എനിക്കൊരു കോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. പിന്നീട് നമ്മുടെ വൈജയന്തിയാണ് കാണിക്കുന്നത്. വൈജയന്തി കാണാനായിട്ട് വൈജയന്തിയുടെ രണ്ടാമത്തെ ആങ്ങള രാജീവൻ വരുവാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്ന് പറഞ്ഞാണ് ആശാൻ ലാൻഡ് ചെയ്തേക്കുന്നത്. വണ്ടി വന്ന് ഇറങ്ങിയതിന് ശേഷം എത്ര രൂപയായി എന്ന് ചോദിക്കുമ്പോൾ 4000 രൂപയായി എന്ന് പറയുമ്പോൾ, അത് ഇത്തിരി കൂടുതലല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഡ്രൈവർ പറയുന്നുണ്ട്, അങ്ങ് എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരെ പാല വരെ ഓടിയതല്ലേ ചേട്ടാന്ന് ചോദിക്കും. ഏതായാലും പൈസയൊക്കെ കൊടുത്തിട്ട് അകത്തോട്ട് കയറി വരുവാണ്. കോളിംഗ് ബെല്ലടിക്കും. അന്നേരം ആദ്യമേ വന്ന് തുറക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തിക്ക് ഭയങ്കര സർപ്രൈസ്, അയ്യോ രാജീവേട്ടനോ, ഇതെങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നത്, ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലായിരുന്നല്ലോ, ആരും വിളിച്ചു പറഞ്ഞു ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത്ഭുതത്തോടു കൂടി സംസാരിക്കുവാണ്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഇന്നലെ എന്നെ ശിവേട്ടൻ വിളിച്ചു കഴിഞ്ഞ് ആ നിമിഷം ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, രാവിലെ 6:30 അവിടെ നിന്ന് പുറപ്പെട്ടു, 6:00 ഇവിടെ എത്തിയെന്ന് പറയും. അന്നേരം ചോദിക്കും, അതെന്തേട്ടാ അങ്ങനെ പറയുന്നതെന്ന്. അന്നേരം പറയുന്നുണ്ട്, അവിടെ നേരം വെളുത്ത് കുറേ സമയം കഴിഞ്ഞ് ഇവിടെ നേരം വെളുക്കുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതായെന്ന് പറയും. കമലയെടുത്തിയെ കാണുന്നു, കമലയെടുത്തിയോട് വിശേഷമൊക്കെ പറയുന്നു. എന്നിട്ട് കമലയെടുത്തി, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം കേട്ടോ, ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്, ഒരു സാധനം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട്. അന്നേരം കമലോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ കമലടുത്തേക്ക് എന്തൊക്കെയുണ്ട് വിശേഷം. അന്നേരം എനിക്ക് എന്ത് വിശേഷം, മക്കളെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരെ വീട്ടുതറങ്കിൽ കിടക്കുന്നവരെ ഇവിടെ കിടക്കും, അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാതെ ശിവേട്ടൻ്റെ കൂടെ ഗൾഫിലൊക്കെ പോകാൻ മേലായിരുന്നോ, അവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എന്ന് പറയുമ്പോൾ, അവിടെ മരുഭൂമിയില്ല, അതെന്ത് കാണാനാ എന്ന് ചോദിക്കും. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, കാണാൻ ഇഷ്ടമുള്ളവർക്ക് അതും ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് എന്ന് പറയുവാണ്. അന്നേരം കമല പറയും, ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേരെ ആരും നോക്കുമെന്ന്. എന്നാൽ രാജീവൻ പറയും, അങ്ങ് കടപ്പാട്ടൂർ കൊണ്ടുവിടണം, അവിടെ ഇവള് നോക്കിക്കോളില്ലേ എന്ന് ചോദിക്കുന്നേക്കും വൈജയന്തി പറയും, എൻ്റെ അടുത്ത് കൊണ്ടുവിട്ടാൽ ഞാൻ നല്ല രീതിയിൽ നോക്കും, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുക. അന്നേരം കമല പറയും, പിന്നെ അവൾക്ക് അവിടുത്തെ ഒരു വേലക്കാരിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ എൻ്റെ പിള്ളേരെ നോക്കുന്നത് എന്നിങ്ങനെ പറയും. അന്നേക്കും വൈജയുടെ മുഖം അങ്ങ് മങ്ങിപ്പോകട്ടോ. അന്നേരം രാജീവൻ ചോദിക്കും, എന്താ ശരിക്കും പ്രശ്നം, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നീ അത്യാവശ്യം അറിഞ്ഞില്ലേ, നീ ഈ കഷ്ടപ്പാടിൽ നീ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടാ എന്ന് പറയും. എന്നിട്ട് രാജീവൻ, എന്താ ഞാൻ വേണ്ടത്, തല്ലണോ അതോ കൊല്ലണോ എന്ന് ചോദിക്കുവാണ്. അന്നേരം കമല പറയും, കൊല്ലുമൊന്നും വേണ്ട, ഒന്നുമില്ലെങ്കിലും വൈജയുടെ ഭർത്താവല്ലേ, ജീവനോട് ഇരിക്കട്ടെ എന്ന്. അന്നേരം ഞാൻ ബാലേന്ദ്രൻ്റെ കാര്യമല്ല പറഞ്ഞത്, അവിടെയുള്ള ഒരു വേലക്കാരിയില്ലേ അവളുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം കമല പറയുന്നുണ്ട്, നീ തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട, എന്തെങ്കിലും കേസായിട്ടുണ്ടെങ്കിൽ നിനക്ക് സിംഗപ്പൂർക്ക് തിരിച്ചു പോകാൻ പറ്റിയല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയും. ഏതായാലും രാജീവിന് കഴിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ കമല അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പം രാജീവൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അവളെ അവിടുന്ന് ഇറക്കി വിടണം, ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അവൾ തല്ലി നിന്ന് കൊള്ളത്തുള്ളൂ, വേറെ ഒന്നും തിരിച്ച് ചെയ്യത്തൊന്നുമില്ല, അതെനിക്കറിയാം, അതുകൊണ്ട് തല്ലാൻ വേണ്ടി എനിക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ല, അവൾ അവിടുന്ന് ഇറക്കി തരണം, അതാണ് എൻ്റെ ആവശ്യമെന്ന് പറയുവാണ്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം, ബാലേന്ദ്രനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഞാൻ കണ്ടോളാം എന്നൊക്കെ ഭയങ്കര ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. അന്നേരം
വൈജി പറയുന്നുണ്ട്, പണ്ടത്തെ ബാലേന്ദ്രനൊന്നുമല്ല, പണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. എന്നോട് തന്നെ ഒരു കാര്യം ചോദിക്കുന്നത്, വൈജിയെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ, നിൻ്റെ അഭിപ്രായം എന്താ എന്നൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഞാനിതങ്ങ് പറയും, നിങ്ങളങ്ങ് ചെയ്തോണം എന്നുള്ള രീതിയിൽ ഒരു രാജാവിനെ പോലെ ആജ്ഞാപിക്കുവാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പം രാജീവൻ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രനെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അച്ഛൻ്റെ മരിപ്പിന് വന്നപ്പോൾ ഞാൻ കണ്ടതല്ലേ, ഇവിടെ അത്രയും ദിവസം നിന്ന് നമ്മൾ മക്കളേക്കാൾ കൂടുതൽ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്തത് ബാലേന്ദ്രനാണ്. ആ ബാലേന്ദ്രനെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, മാറ്റം വരാൻ ഒരേ കാരണമുള്ളൂ, അവൾ തന്നെ, അവൾ ബാലേന്ദ്രനെ മയക്കി വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് എന്ന് പറയും. അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം നിന്നോട് തുറന്നു ചോദിക്കാം, നിനക്ക് വിഷമമൊന്നും തോന്നരുത്, നിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് എന്തുണ്ടാകാനാ, ഞാൻ രാവിലെ റെഡിയായി ബാങ്കിലോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഞാൻ ബാലേന്ദ്രൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകാറില്ല. ബാലേന്ദ്രൻ ഇങ്ങോട്ട് ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല എന്നറിയാവുന്നതുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങനെയും ചെയ്യാറില്ല. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകാനാ, ഞങ്ങൾ തമ്മിൽ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയും. അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട്, അവൾ എങ്ങനെയുണ്ട്, എങ്ങനെയാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആണുങ്ങളെ വലയിൽ വീഴ്ത്തുന്ന സൈസ്, ഒരു കള്ളത്തരമൊക്കെ ഉള്ള സൈസ് ഒരു പെണ്ണാണോ, അതറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. എക്സാജുറേറ്റ് ചെയ്ത് എന്നോട് പറയരുത്, ഉള്ളതുപോലെ പറയാവുള്ളൂ. അവളോട് സംസാരിച്ചാൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും, അതുകൊണ്ട് നീ നേരാവണ്ണമുള്ള കാര്യങ്ങൾ പറ എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, കള്ളത്തരമൊന്നുമില്ല, ആൾക്കാരോട് മോശമായിട്ട് പെരുമാറാറൊന്നുമില്ല, മാന്യമായിട്ടൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമല്ല, അവളെ കണ്ടപ്പോൾ തൊട്ട് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം അവളെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്താട്ടി കാര്യമെന്ന് ചോദിക്കുമ്പോൾ, അതെനിക്കറിയത്തില്ല, അവൾ എൻ്റെ തലയിൽ ഒരു ഞണ്ടിനെ പോലെ ഇറുക്കി പിടിച്ചിരിക്കുന്ന പോലെ ഒരു അവസ്ഥയാണ് എനിക്ക് അവളെ കാണുമ്പം. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാ സഹിക്കുന്നത്, ഞാനങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ അവളെ സഹിക്കുന്നത്, അതുകൊണ്ട് അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാകുന്നുണ്ടാവില്ല, പക്ഷേ അവളെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറയും. then രാജീവൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും ബാലേന്ദ്രനോട് സംസാരിച്ച് ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് അതിനിടയ്ക്ക് ഈ രാജീവ് പറയുവാണേ, അല്ല എന്ത് കണ്ടിട്ടാണ് ഈ ബാലേന്ദ്രൻ ഇത്രത്തോളം കിടന്ന് അഹങ്കരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മുടെ ചായപ്പിൽ നമ്മുടെ ഇവിടുത്തെ പണിക്കാരുടെ കൂടെ ഇരുന്ന് കഞ്ഞി കഴിച്ചിട്ടുണ്ട് അവൻ, എന്നിട്ടാണ് ഇത്രയും വലിയ അഹങ്കാരം കാണിക്കുന്നത് എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ്, അതിൻ്റെ സ്മരണയൊന്നും ഇപ്പോഴില്ല എന്ന്. ആ സ്മരണ പുതുക്കാൻ അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ, കേൾക്കേണ്ടത് നല്ല രീതിയിൽ കേൾക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഈ അഹങ്കാരവും ഒന്ന് കുറഞ്ഞോളും. ഏതായാലും ബാലേന്ദ്രനെ വിറപ്പിക്കും എന്ന് പറഞ്ഞേക്കുന്ന രാജീവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ രേവതികുട്ടിയും ഗ്രേസിയമ്മയൊക്കെ അലീനെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അന്നേരം ഒന്ന് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാവോ, ശല്യവാ, ഇറങ്ങി പോകുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പ് വെച്ച് അലീനെ അപമാനിക്കുവാണ് വൈജയന്തി. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, ഇവിടെ ഒരു ചെറുവിരൽ അവൾക്കെതിരെ ഒരാളും അനക്കിയില്ല എന്ന് പറയുക കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് അവർ പോകും. നിസ്സഹായാവസ്ഥയിൽ അങ്ങോട്ട് പോകാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല എന്ന അവസ്ഥയിൽ വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. പിന്നെ രാജീവൻ നമ്മുടെ മനുവിനോട് സംസാരിക്കുന്നുണ്ട്, അവളെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും, അതിനകത്ത് നീ ഇടപെടാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും ഇനി അങ്ങോട്ട് സംഘർഷഭരിതമായ എപ്പിസോഡുകളായിരിക്കും, നമുക്ക് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കാം.